എല്ലാവർക്കും ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും പഴം കൊണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടാണ്. അതിൻ്റെ പേര് പഴമുണ്ട. പഴമുണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ഉണ്ടല്ല, ചെറിയ ഉണ്ടയാണ്. ശർക്കര മധുരത്തിന് ചേർക്കാൻ നല്ല പഴുത്ത പഴയ നമ്മൾ ചേർക്കണില്ല, നമുക്ക് മധുരം കുറവ് ഇഷ്ടം. അപ്പം അതിലേക്ക് വേണ്ട ഐറ്റംസാണ് നല്ല പഴുത്ത് വസ്ത്രം മാറിയ നേന്ത്രപ്പഴം ഒരു 3 എണ്ണം വെച്ചിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി, അത് ഈ അരിപ്പൊടി നമ്മുടെ തവിടുള്ള അരിയിലെ അരിപ്പൊടി ആയതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ട്? കുറച്ച് നാളികേരം പഴം പുഴുങ്ങാം. ഫസ്റ്റ് നമുക്ക് പഴം പുഴുങ്ങാൻ വെക്കാം. അപ്പൊ പഴം പുഴുങ്ങിക്കോ. നല്ല പഴുത്ത പഴമാണ് ശരിക്കും. അധികം വേവിക്കല്ലോ, ഒന്ന് സ്റ്റീമുള്ള വേണം. വസ്ത്രം മാറിയെന്ന് ഉദ്ദേശിക്കുന്നത് അറിയാലോ, കളർ മാറിയതാണ്. കാരണം ഈ പഴം പഴുപ്പ് കൂടി കഴിഞ്ഞാൽ കറുപ്പ് കളർ വരും. അപ്പോൾ അതിനൊരു പേര് കൊടുക്കണം, വസ്ത്രം മാറിയെന്നത്. അല്ലാണ്ട് വേറൊരു ഉദ്ദേശം കൊണ്ട് പറഞ്ഞല്ല കേട്ടാ, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമ്മുടെ ഒരു പഴം 2 പീസായിട്ട് മുറുക്കി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. നല്ല പഴുത്ത പഴല്ല, കുറച്ച് നാളികേരം, ഒരു മുറി നാളികേരം മതി. കുറച്ച് നാളികേരം ഞാൻ ചേർക്കാം. നാളികേരം നമ്മള് ചേർക്കാൻ പോകുന്നത് ഒരു മുറി നാളികേരാണ്. ഇത് മുഴുവനും വേണ്ട കേട്ടാ, ഈ നാളികേരം ഈ മുറിയിലെ പകുതി മതി. കഴിയാറായി. അപ്പൊ ഷിജു പറഞ്ഞ ഒരു മുറി നാളികേരം ഫുള്ള് ചരിക്കുക. അത് കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെയല്ല, ഒരു മുറി നാളികേരം ഫുള്ള് എടുത്തിട്ടുണ്ട്. അത് തീരാല്ലേ. അപ്പൊ ആ നാളികേരം ഒരു മുറി നാളികേരം ചെറിയ കഴിഞ്ഞു. നാളികേരത്തില് ഇനി ചിരട്ട ചിലപ്പോൾ പൊട്ടി വീഴും. അതിങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില്ല ഭാഗ്യം. അപ്പോൾ നാളികേരം ചെരുകി ഇവിടെ വെച്ചു. ഇതെന്തോ നോക്കി അയ്യാ ഒന്ന് നല്ലപോലെ നല്ല പഴുത്ത പഴല്ലേ. ഇതൊന്ന് ചൂടാറണം. പ്ലേറ്റിലേക്ക് വെക്കാം. നമുക്ക് 2 എണ്ണമല്ല 3 എണ്ണം എടുത്തിട്ട് ആവശ്യമുള്ള ഇതല്ലാണ്ട് വേറെ ഐറ്റംസ് ചേർക്കണ്ട. നാളികേരം കുറച്ച് ചേർക്കണം. പിന്നെ മധുരം വേണമെന്നുള്ളവർക്ക് അത് യുവർ ചോയ്സ്. മധുരം ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട്, പിന്നെ ഏലക്കായും ജീരകവും വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. പിന്നെ ഒന്നല്ലെങ്കിൽ അരിപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുക. നമ്മുടെ തുടർന്ന് അരിപ്പൊടിയാണ്. അത് കലക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പിടുക, എന്നിട്ട് മുക്കിയിട്ട് ലൂസാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ പൊരിക്കുക. അപ്പൊ സിമ്പിൾ പരിപാടിയാണ്. വേറെ ഒന്നുമില്ല, സംഭവമൊന്നുമില്ല. മൈദ ഇല്ല. നമുക്ക് ചൂടാറാൻ വെക്കുക. ചൂടായിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഞങ്ങളത് ചെറിയ പീസുകളാക്കി പെട്ടെന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുട്ടിയിട്ട് നാളികേരം പഴം കൂടിയിട്ട് ഉറ്റുക. അതിൽ ഏലക്കപ്പൊടി ഇടാൻ, ജീരകം ഇടാം, പിന്നെ ശർക്കര ഇടാം. നമ്മൾ ശർക്കര ഒന്നുമില്ല, ഏലക്ക ഇട്ടിട്ട് ജീരകം മാത്രമേ ഇടുന്നുള്ളൂ. ഓപ്ഷനിലുണ്ട് കുറെ ഐറ്റംസ്, 3 എണ്ണം. നമ്മൾ ചെറുതായിട്ട് ഈ പൊടിയില്ലേ ഇങ്ങനെ, ആ പൊടി അരിപ്പൊടി ഗോതമ്പ് എടുക്കാം. നമ്മൾ അരിപ്പൊടി എടുത്തോണ്ട് അപ്പൊ നമ്മളത് ഉടച്ചുകൊണ്ടിരിക്കുന്നു. ഉരുട്ടാള് ചെറിയ ചെറിയ ഉരുളകളായിട്ടാ. പഴമുണ്ടാന്ന് പറയുമ്പോ നമ്മുടെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന വലിയ സൈസ് അല്ലാട്ടത്. ഇത് ചെറിയത്.
ഇതൊരു ഹെൽത്തി ഫുഡ്, സ്നാക്സ്. അത്ര വലിപ്പം വേണോ? അത് കൂട്ടി കുഴക്കണ്ടല്ലേ? ഇതിൽ വേറെ ഒന്നും ഇടുന്നില്ല. ഇനി അതില് കുറച്ച് ജീരകം എടുക്കും. ജീരകം, നല്ല ജീരകം ഏതാണ്ട് കിട്ടി. അടുക്കളയായിട്ട് പരിചയമാണ്. ഇതുപോലെ ആയത് 10 ദിവസം കഴിക്കുക. പറയേ മതിയാ? കുറച്ച് മതി. എത്ര വേണ്ട? എത്ര വേണ്ട. ഇത് മതിയാ? അതിൽ സ്വല്പം ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ ജീരകം 2 പ്രാവശ്യം കുറേശ്ശെ ഇട്ടു. ഇതിൽ ശർക്കര ചേർക്കണമെങ്കിൽ ചേർക്കാം. ശർക്കര ചേർക്കണത് നമുക്ക് പഴത്തിന് മധുരം കുറവാച്ചാൽ ശർക്കര ചേർക്കാം. ഇത് പഴത്തിന് അത്ര വലിപ്പൊന്നും വേണ്ട. പഴന്റെ ചെറുതാണ് നമ്മൾ പ്രത്യേകം. ഒരു നെല്ലിക്ക വലിപ്പത്തിനായിട്ടും സ്വല്പം, നെല്ലിക്ക വലിപ്പം പോരാ, അതിനായിട്ട് സ്വല്പം വലിപ്പത്തിൽ ഉരുട്ടിയിട്ട് നമ്മൾ ഇവനെ പൊരിച്ചെടുക്കും എണ്ണയിലിട്ടിട്ട്. അതിനാണ് വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി. ഇതിലാ? നല്ല മഞ്ഞ കളർ ഇട്ടാനാവും. ഇപ്പൊ മഞ്ഞപ്പൊടി താൻ പറഞ്ഞോ അല്ലെ കൂടുതൽ പുട്ടു. ഇനി മഞ്ഞപ്പൊടി. ഇത് മതിയാ? ഇത് ഒറിജിനൽ മഞ്ഞൾ പൊടിയാട്ടത്. അപ്പൊ ഇതിന് നല്ല കളർ ഉണ്ടാവും. മഞ്ഞപ്പൊടി അല്ല, മഞ്ഞൾപ്പൊടി. ഞങ്ങൾ സ്വന്തമായിട്ട് മഞ്ഞൾ മേടിച്ചിട്ട് ഉണക്കി പൊടിപ്പിക്കുന്നതാണിത്. വെള്ളം കൂടുതലാവണ്ട. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പിടിക്കില്ല. അരിപ്പൊടി റെഡ് കളറിൽ വയ്ക്കണം. സ്വല്പം കൂടി വയ്ക്കണം. അത് വേണം. ആയിട്ടില്ല. അപ്പൊ അരിപ്പൊടി നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ട്, മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് കലക്കി അടുപ്പ് കത്തിച്ചിട്ട് ചൂടാക്കാം. ഇത് കണ്ടില്ലേ, ചെറിയ ഉരുളകളാക്കിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളത് ചെറിയ ഉരുള ഉരുട്ടി അതിനെ നമ്മൾ കോട്ടിമാവിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് പതുക്കെ ഇടുന്നു. അപ്പോൾ നമ്മളൊരു 4-5 ഇട്ടുണ്ട്. ഇനി അത് വെന്തിട്ട് എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാട്ടാം. ആദ്യത്തെ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്ന ബോളുകളല്ലേ പഴണ്ട, അത് വെന്തു. ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 ബോൾ ഊറ്റിണ്ട്. അതിന് മാവിൽ മുക്കിയിട്ട് കട്ടയായി, മാവ് കട്ടയായി. ഒപ്പം അത് അല്ല, അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. മാവിൽ മുക്കിയിട്ട് പൊരിക്കാൻ പോകണം. അപ്പോൾ ഒരു ബോൾ ഇട്ടു. അപ്പം നമ്മൾ 6 ബോൾ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ടുണ്ട് കേട്ടോ. എണ്ണയിലിട്ടത് എടുക്കാൻ പോവുകയാണ്. എന്തൊക്കെ ആളുകൾ അത് വെള്ളം അരിപ്പൊടി വെച്ചിട്ടുണ്ടല്ലോ, ആ മഞ്ഞപ്പൊടി ഇട്ട് നല്ല മഞ്ഞ ഉണ്ടയായിരിക്കും കേട്ടോ. ആ ഫിനിഷ്, ആ ഉണ്ട ഒട്ടേൻ്റെ ഫിനിഷിങ് ആണ് അത്. അതിന്റെ ഫിനിഷിങ് ആണ് അത്. പഴണ്ട വേണേൽ ചെറിയ പഴണ്ട എന്ന് വേണേൽ പറയാം. അപ്പൊ നമുക്കത് ടേസ്റ്റ് നോക്കാം. അപ്പൊ പഴണ്ട നമ്മൾ പൊരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് ഞാൻ തോന്നുന്നുണ്ട്, കൊതിയാവുന്നുണ്ട്. കാരണം അതുപോലെയാണ് ആ പഴണ്ടര ആ ഇരിപ്പ് കാണുമ്പോൾ. ഒന്ന് ക്ഷമിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു. എന്തായി? ചൂടുണ്ട്. പുറം നല്ല മുരിച്ചിലുണ്ട്. അത് ഈ അരിപ്പൊടി ആകുമ്പോൾ നല്ല മുരിച്ചിൽ കിട്ടും. ഗോതമ്പ് അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം. നമ്മളെ അരിപ്പൊടിയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ വെള്ള അരിപ്പൊടി ഇല്ല. നമ്മളൊരു 5-6 കിലോ ചുവപ്പ് അരിപ്പൊടി അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞു. അത് നമുക്കത് ടേസ്റ്റ് ചെയ്യാം. പൊട്ടിച്ചോട്ടെ. ചൂടാറിയില്ലേ? ചെറിയ ചൂടുണ്ട്. ആവി പോകണ്ടേ കുറച്ച്. ആവി പോകുന്നുണ്ട്. എന്നാലും ശ്രീമതി അതിൽ വയ്ക്കൂ. അപ്പോൾ എങ്ങനെയുണ്ട്? അല്ലായില്ല.
ഇതിൽ ശർക്കരയുടെ ആവശ്യമില്ല. പക്ഷെ നമ്മളിതിൽ നാളേരിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പോലെ മുറിച്ചിട്ടുണ്ട്. അത് കാരണം വരാൻ അരിപ്പൊടിയില ഇതിപ്പോ കുട്ടികൾക്ക് വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സാണ്. പഴംപൊരി പോലെ. പഴംപൊരിയിൽ സാധാരണ കടകളിലും മൈദ ചേർക്കുക. ഇതിനകത്ത് ചെറിയ നാളേരി ഇട്ടാൽ അതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഏലക്കായ, ശർക്കര മധുരമുള്ളതാണ്. ശർക്കര വേണ്ട. അതിനും നല്ല പഴുത്ത നല്ലപോലെ പഴുത്ത വെച്ച് ഞാൻ മധുരത്തിൻ്റെ ആവശ്യം വരില്ല. ശർക്കര ഇടണ്ട. പിന്നെന്താ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ ഇടാൻ ചെയ്യും. വെറൈറ്റി ആവും. അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചിട്ട് ഇടുക ഒക്കെ ചെയ്യാം. മുന്തിരി വേണമെങ്കിൽ അതും ഇടാം. നാളികേരം ഗോതമ്പിൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അരിപ്പൊടി മൈദ ഒന്നും വേണ്ട. നമ്മൾ മൈദ ഒന്നും ഉപയോഗിക്കാത്ത പരമാവധി വേണം. നമ്മളെ കയ്യിലില്ല. സ്റ്റാർച്ച് ചെയ്യാൻ മാത്രം ഡ്രസ്സിൽ സ്റ്റാർച്ച് ചെയ്യാൻ മാത്രം മൈദ ഉപയോഗിക്കാറുള്ളൂ. കോട്ടൺ ഡ്രസ്സുകളാണ് നമ്മൾ അത് ഉപയോഗിക്കുക. അപ്പോൾ ഇത് എല്ലാവരും ഈ രൂപത്തിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വളരെ ചെറിയൊരു വീഡിയോയുമായിട്ട് നിങ്ങൾ വന്നിട്ട് 10 മിനിറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാം. മിനിറ്റൊന്നും വേണ്ട. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. കാരണം സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മുടെ വഴി മുന്നോട്ട് നമുക്ക് കൂടുതൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ.